ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇതുപോലത്തെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിവിടെ ഒരു സെല്ലോ ടാപ്പും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് സിമ്പിൾ ട്രിക്കിലൂടെ അടിപൊളി പൂക്കൾ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് വശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 2 പീസാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിൾ ട്രിക്കിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒട്ടിച്ചെടുത്തതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. നമ്മൾ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ നമുക്കത് മുഴുവനായും ചെയ്തെടുക്കാം. ഇപ്പം ഇതാ മുഴുവനായും നമ്മളത് ചെയ്തെടുത്തു. പിന്നീട് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സിൻ്റെ നെറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് 3 നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കണം. അപ്പം നമ്മളതിൽ യെല്ലോ കളർ പെയിൻറ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. നമുക്കിത് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. അതിൽ നിന്നും ഒരെണ്ണം നമ്മൾ എടുത്തു. ഇതിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ള കെട്ടുകമ്പിയുടെ അറ്റം വളച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3ഉം കൂടെ കെട്ടുകമ്പിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലുള്ള ഭാഗവും കമ്പിയിലേക്കൊന്ന് ചുരുക്കിയെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കത് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മുടെ ഫ്ലവർ നമുക്കൊന്ന് വിടർത്തി കൊടുത്ത് ശരിയാക്കി എടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കെട്ടുകമ്പി എടുത്തതിന് പകരം നമുക്ക് ഈർക്കളിയിൽ വേണമെങ്കിലും ഫ്ലവർ ചെയ്തെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ തണ്ടിലെല്ലാം നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കും യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ യെല്ലോ കളർ പെയിൻറ് ബ്രഷ് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. പൂക്കൾ മാത്രമല്ല പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ പെയിൻറ് കൊടുത്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ 5 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പല കളർ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ കയ്യിലിപ്പോൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്.
പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ പൂക്കൾ ചെയ്തെടുക്കാനായിട്ട്? ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഇലകൾ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തതിന്റെ ബാക്കിയുള്ള ഈ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ അതിലേക്ക് ഇലകൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ഒരു ഇല കൂടെ നമുക്ക് ചെയ്തെടുക്കാം. മുഴുവനായും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ പൂക്കളിലേക്ക് വെച്ചു കൊടുക്കാനുള്ള 2 ഇലകളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം പൂക്കളിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇലകൾ നമ്മൾ അതിലേക്ക് വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ പീസും കൂടെ ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ ഈ ഒരു ബോട്ടിലിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളും ഫ്രൂട്ട്സിന്റെ നെറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.